വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 4 വീഡിയോസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പ്രസത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ പ്രൊജക്ഷൻ എങ്ങനെ വരയ്ക്കുന്നത് നോക്കി. ആക്സിസ് ഹൊറിസോണ്ടലും ആക്സിസ് വെർട്ടിക്കലും നോക്കി. ദെൻ ഒരു പിരമിഡിൻ്റെ നോക്കാം. ഓക്കെ, പിരമിഡിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് പോകും. പിരമിഡിൻ്റെ ആക്സിസ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നോക്കണമെന്നില്ല, എന്തായാലും നോക്കട്ടെ. ഹൊറിസോണ്ടൽ സമയം കിട്ടുവാണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ക്വസ്റ്റ്യനോട് ചെയ്യാം. രണ്ടും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പെൻറ്റാഗണൽ പിരമിഡ് ഓഫ് സൈഡ് 30 mm ആൻഡ് ഹൈറ്റ് 60 mm ഈസ് റെസ്റ്റിംഗ് ഓൺ HP with one side of the base perpendicular to VP. Draw the isometric view. ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു പെൻറ്റാഗണൽ പിരമിഡ് ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു, ബേസ് HP വെച്ച് റെസ്റ്റ് ചെയ്യുന്നു, ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP. ഓക്കെ, 30 mm ആണ് ബേസ്, ഹൈറ്റ് 60 mm ആണ്. ഓക്കെ, അതായത് നമുക്ക് എക്സ്പെരിമെന്റ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 30 mm ആണ്. ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വൺ ഓഫ് ദ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP. ഓക്കെ, അപ്പം ഫസ്റ്റ് പെർപെൻഡിക്കുലർ വരച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. 30 mm ആണ്. പെൻറ്റാണ് 108 ഡിഗ്രി എടുത്ത് നമുക്ക് ബാക്കി പോയിന്റ്സ് മാർക്ക് ചെയ്ത് പോകാം. ഇപ്പോൾ പെൻറ്റാൻ്റെ ബേസ് ഫിയർ അല്ല, അതിൻ്റെ ടോപ്പ് വ്യൂ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വരയ്ക്കാം. അതിന് മുമ്പ് ആക്സിസ് ഒന്ന് ലൊക്കേറ്റ് ചെയ്യാം. ആക്സിസ് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യണം. ലൈൻ ബൈസെക്ടർ വരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ് വേ എന്ന് പറയുന്നത്. സെൻറ്റർ പോയിട്ട് ദെൻ പിരമിഡാണ്. അപ്പോൾ ഇവിടുത്തെ ലൈൻസ് എല്ലാം ഡാർക്കായിരിക്കും. പെൻറ്റാഗണൽ പിരമിഡിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് ആയി. ദെൻ സ്ട്രൈറ്റ് അവേ ഫ്രണ്ട് വ്യൂയിലേക്ക് പോകാം. ഹൈറ്റ് എന്ന് പറയുന്നത് 60 mm ആണ്. ആക്സിസിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ അതായത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെയിം ചെയ്യണം എങ്കിൽ നെയിം ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ഇടാം. ഓക്കെ, നെയിം ചെയ്യുകയാണെങ്കിൽ
എ ബി സി നെയിമിങ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ വേണ്ടത് ബോക്സിലാക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഐസോമെട്രിക് വ്യൂ ആണോ പ്രൊജക്ഷൻ ആണോ നോക്കുക. ഐസോമെട്രിക് വ്യൂ ആണ്. അപ്പോൾ ലെങ്ത് കൺവേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സിലോട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ 1 2 3 4 എന്ന് നെയിം ചെയ്തു. നമുക്കറിയാം ബേസ് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു പെൻറ്റഗണൽ പിരമിഡാണ്. അപ്പോൾ ഈ ലൈൻസ് എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അപ്പോൾ ലൈൻസ് 30 ഡിഗ്രി എടുത്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ ഐസോമെട്രിക് വ്യൂവിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കാം. റെഫറൻസ് ലൈൻ വരച്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. പോയിന്റ് 1 മാർക്ക് ചെയ്തു. ദെൻ 1 2 1 4 ഹൊറിസോണ്ടലാണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും 30 ഡിഗ്രി എടുക്കണം. 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യേണ്ട ലെങ്ത് നമുക്ക് ആ ബോക്സിൻ്റെ ലെങ്ത് ഡയറക്റ്റ്ലി എടുത്ത് മാർക്ക് ചെയ്യാം. കാരണം ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ട്രൂ ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 1 2 എന്നുള്ള ലെങ്ത് എടുക്കാം. മാർക്ക് ചെയ്യുമ്പോൾ 2 then 1 4 ലെങ്ത് എടുത്ത് 4 കിട്ടി. സെയിം ലെങ്ത് തന്നെ ആയിരിക്കും 2 3ക്കും. 1 2ൻ്റെ ലെങ്ത് ആയിരിക്കും 3 4 വരിക. സോ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ താഴത്തെ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഡിഫറൻസ് ഒന്നുമില്ല. ഇനി പോയിന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്യുന്നതെല്ലാം സെയിം ആണ്. ഇവിടെ ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ്ലി എടുത്ത് വരയ്ക്കുക. ശ്രദ്ധിക്കണം, പ്രൊജക്ഷൻ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എല്ലാം കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം 1 തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുന്നു. സെയിം തന്നെയായിരിക്കും ഡിയുടെ കേസും വരിക. ഓക്കെ, അപ്പം ബി ദിസ് പോയിന്റ് വിൽ ബി ഡി. രണ്ട് പോയിന്റ് ലൊക്കേറ്റ് ചെയ്തു. ദെൻ നമുക്ക് എ 1 തൊട്ട് എ വരെ ഡിസ്റ്റൻസ് എടുക്കാം. എ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ 1 തൊട്ട് ഇ വരെയുള്ള അല്ലെങ്കിൽ 4 തൊട്ട് ഇ വരെയുള്ള ഏതെടുത്താലും മതി. ഇ ഫൈനലി 2 to സി ഡിസ്റ്റൻസ് എടുക്കുക. സി മാർക്ക് ചെയ്യുക. ദെൻ ഇതിൻ്റെ സെൻറ്ററും കൂടെ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സി ഉണ്ട്. സിന്ന് നേരെ ലൈൻ വരച്ചിട്ട് സി എന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യാം. സി എന്നുള്ള ഡിസ്റ്റൻസ് ഓരോ ഡിസ്റ്റൻസ് എടുക്കുക. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ സെൻറ്റർ പോയിന്റ് ഒയും കിട്ടി. ദെൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിനി മുകളിൽ പെന്നാണല്ലോ. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പെന്നാണ് നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡാർക്ക് ആക്കുന്നില്ല, ലൈറ്റായിട്ട് വരച്ച് കാണിച്ചു തരാം. പ്രിസം പോലെയല്ല, ഇവിടെ വരുന്ന എന്താണ്, മുകളിലേക്ക് ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. അതായത് ഓ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓയുടെ നേരെ മുകളിലേക്ക് ആക്സിസിൻ്റെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണ്. അതായത് ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ എൻ്റെ ആക്സിസ് വെർട്ടിക്കലാണ്. അപ്പം വെർട്ടിക്കലായിട്ട് തന്നെ വേണം ഓയിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ. ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 60 mm ആണ്. ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് നമുക്ക് 60 mm കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ്ലി 60 എടുത്ത് വരയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ 60 mm മുകളിലേക്ക് ആക്സിസ് ലൊക്കേഷൻ, ഓക്കെ, ആക്സിസ് റെപ്രസെൻറ്റേഷൻ കൊടുത്ത് 60 mm. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഓ എന്നുള്ള പോയിന്റ് കിട്ടി. ദെൻ നമുക്ക് വേണ്ടത് ഈ എ ബി സി ഡി ഇ എന്നുള്ള എല്ലാ പോയിൻറ്റ്സും ഓയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോഴാണ് നമ്മൾ വിസിബിൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വിസിബിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് വേണമെങ്കിൽ ഔട്ട്ലൈൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വിസിബിളായിട്ട് എടുക്കാം.
ഇത്ര വിസിബിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സിസിന് ജോയിൻ ചെയ്യുമ്പോൾ ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ബേസ് വിസിബിൾ ആക്കി അല്ലാതെ എടുക്കാം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിസിബിൾ ആകാത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഫൈനൽ ഫിഗർ വരിക. കാരണം നമ്മൾ ബേസ് ഡോട്ടഡ് ആക്കി എടുത്ത് ഔട്ട്ലൈൻ മാത്രം നമ്മൾ ഡാർക്ക് ആക്കിയുള്ളൂ. ABCD എല്ലാ പോയിന്റ്സും ജോയിൻ ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതാണ് ഐസോമെട്രിക് വ്യൂ വരിക. ഒരു പിരമിഡിൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും വരച്ചാൽ മതി. മുകളിൽ ബോക്സും കാര്യങ്ങളൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഒറ്റ പോയിന്റിലേക്കാണ് വരിക. അപ്പം മുകളിൽ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഈ പിരമിഡ് തന്നെ ഹൊറിസോണ്ടലായിരുന്നെങ്കിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ഓക്കെ. ഇത് ഹൊറിസോണ്ടലാണ്. ഡിഫറൻസ് എന്തായിരിക്കും വരിക? ഹൊറിസോണ്ടലാണ് ഡിഫറൻസ് ആകെ വരുന്നത്. ഇത് നേരെ എന്ത് പറ്റും? ഫ്രണ്ട് വ്യൂയിലേക്ക് വരും. ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഷേപ്പിൽ, ഏത് ഷേപ്പിലാണ് ആ ഷേപ്പ് ഫ്രണ്ട് വ്യൂയിലേക്ക് വരും. ദെൻ ഇത് ഇൻവേർട്ടഡ് ആയിട്ട് ടോപ്പ് വ്യൂയിലേക്കും വരും. ഓക്കെ. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹൊറിസോണ്ടലാണെങ്കിലും നമ്മൾ പ്രസത്തിൻ്റെ ചെയ്തതുപോലെ തന്നെ എനിക്ക് വരും. ബോക്സ് മാറി ഈ ഒരു ഷേപ്പിൽ ബോക്സ് വരും. ദെൻ ഇവിടേക്ക് ആക്സസ് വരും. പോയിന്റ്സ് എല്ലാം ഇങ്ങോട്ട് പോകും. അതാകുമ്പോൾ വരുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ റഫായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ബോക്സ് വരും. ഇതിൻ്റെ അകത്തൊരു പെൻ്റാണ്. വളരെ റഫായിട്ടാണ് കാണിക്കുന്നത്. ഈ പെന്നാണ് അതിൻ്റെ സെൻറ്ററും. ഈ സൈഡിലേക്കോ അപ്പുറത്തെ സൈഡിലേക്കോ, ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ട് 30 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 30 ഡിഗ്രിയിൽ ആക്സിസിൻ്റെ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്യും. ഓക്കെ. ആക്സിസ് മാർക്ക് ചെയ്ത ബാക്കി പോയിൻറ്റ്സൊക്കെ ജസ്റ്റ് ഒരു റഫ് ഐഡിയ തന്നേ ഉള്ളൂ. ഇതൊരു ഹെക്സാഗണായി. 6 പോയിന്റ്സ് നമ്മൾ എടുത്തപ്പം ഹെക്സാഗണിലേക്ക് പോയി. ഓക്കെ. അപ്പം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. കാരണം ഇവിടോട്ട് 30 ഡിഗ്രി എടുക്കും. ഫസ്റ്റ് ബോക്സ് കൺസ്ട്രക്ട് ചെയ്ത് സെയിം ഈ ഒരു പെൻഡാൺ ആണെങ്കിൽ പെൻഡാണ്, ഹെക്സാഗൺ ആണെങ്കിൽ ഹെക്സാഗൺ ഇവിടെ ലൊക്കേറ്റ് ചെയ്യും. ദെൻ ഇവിടുന്ന് 30 ഡിഗ്രി ലൈൻ എടുത്തു. ഇവിടുന്ന് 30 ഡിഗ്രി ഇതായിരിക്കുമല്ലോ റെഫറൻസ്. ഇത് 30 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇതും 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി ലൈൻ ഇവിടെ സെൻറ്റർ നമ്മൾ ഓൾറെഡി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററിൽ നിന്ന് 30 ഡിഗ്രി ലൈനിൽ ആക്സിസിന് ലെങ്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻറ്റ്സിനെല്ലാം ജോയിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സിമ്പിളാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നില്ല. ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ഇത്തിരി ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, നോർമലി ഒരു പെൻഡാൺ റെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ആക്ച്വലി ചേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ. കാരണം HP റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കുലർ ഫേസ്, ഈ ഒരു ട്രയാങ്കുലർ ഫേസ് കൊണ്ട് HP റെസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരും, അല്ല ക്വസ്റ്റ്യൻ പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ വരച്ചിട്ട് പിന്നെ ഇത് റെസ്റ്റ് ചെയ്യണം. ചേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻ മെത്തേഡ് വഴി ഫ്രണ്ട് വ്യൂ ടോപ്പ് കിട്ടി അതിനെ ബോക്സിലാക്കിയൊക്കെ വരയ്ക്കണം. അറൗണ്ട് ഈ ഒരു ഷേപ്പ് വരും. ഈ ക്വസ്റ്റ്യൻ ഇതുപോലൊരു ഹെക്സാഗൺ ആണെങ്കിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഏകദേശം വരിക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആക്സിസ് ഹൊറിസോണ്ടലും ഇതെന്ന് പറഞ്ഞാൽ ആക്സിസ് ഹൊറിസോണ്ടലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ആക്സിസ് വെർട്ടിക്കലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രിസവും പിരമിഡിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ. ഇനി സിലിണ്ടറും കോണുമാണ് ഉള്ളത്. പിന്നെ സ്പിയർ ഉണ്ട്. അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ
ക്വസ്റ്റ്യൻ ചെയ്യും. അതുവരെ പ്രിസം, പിരമിഡ്, സിലിണ്ടർ, കോൺ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ സിലിണ്ടറോ കോണോ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. താങ്ക് യു.